നടനായും നേതാവായും തമിഴകത്തിന്റെ ദളപതിയുമായുള്ള വിജയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ന് കോളിവുഡും കീഴടക്കി കഴിഞ്ഞ് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് വിജയ്. താരത്തിന്റെ ഇന്ന് വരെയുള്ള വിജയപരാജയങ്ങളുടെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് കൊമേഴ്ഷ്യലി പരാജയമായ സിനിമകളൊന്നും തന്നെ വിജയുടെ പക്കലില്ല. IMDbയുടെ കണക്ക് പ്രകാരം ഇന്ന് കോളിവുഡിൽ രജനീകാന്തിന് ശേഷം ഏറ്റവും ഉയർന്ന റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന താരം കൂടിയാണ് വിജയ്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും മുൻപുള്ള വിജയുടെ അവസാന ചിത്രമായ ദളപതി 69 നിർമ്മാതാവിനെ കിട്ടാനില്ല എന്നതാണ് വാസ്തവം. 2015 ചിമ്പുദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുലിയാണ് കൊമേഴ്ഷ്യലി പരാജയം കണ്ട അവസാന വിജയ ചിത്രം. പിന്നീടെത്തിയ തെരി, മെർസൽ, സർക്കാർ, ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, വാരിസ് എല്ലാം ബോക്സ് ഓഫീസിൽ വളരെ മെച്ചപ്പെട്ട കണക്കുകളാണ് കാണിച്ചത്. കഴിഞ്ഞ വർഷം ലോകേഷിന്റെ സംവിധാനത്തിലെത്തിയ ലിയോ പ്രേക്ഷകർക്കിടയിൽ മിക്സഡ് റിവ്യൂ വന്നിരുന്നെങ്കിലും അത് കളക്ഷനെ ഒട്ടും ബാധിച്ചിരുന്നില്ല. ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വെങ്കട് പ്രഭുവിന്റെ ഗോട്ടിലാണ്. വരുന്ന സെപ്റ്റംബറിൽ റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് AGS എന്റർടൈൻമെന്റ് ആണ്. അതേസമയം ദളപതി 69 കൂടിയാണ് കോളിവുഡിൽ നിന്നുള്ള വിജയുടെ പടിയിറക്കം. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കായും കണ്ണും നട്ടിരിക്കുകയാണ് തമിഴ് സിനിമ രാഷ്ട്രീയ ലോകം. എന്നാൽ ഈ സിനിമ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെന്ന് പറയാം. ചിത്രത്തിന്റെ സംവിധായകൻ ആരെന്ന ചർച്ചയായിരുന്നു ആദ്യം സജീവമായത്. നിരവധി ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ വിജയ് ഒരാളെ തിരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ട് വന്നു. സംവിധായകൻ H. വിനോദിന്റെ പേരാണ് ദളപതി 69 ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ചിത്രത്തിന് ഇപ്പോൾ നിർമ്മാതാവിനെ കിട്ടാനില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാജമൗലിയുടെ പാൻ ഇന്ത്യൻ ചിത്രം RRR നിർമ്മിച്ച DVV ധനയ്യ ഈ ചിത്രം നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അവരും ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് വിവരം. വിജയുടെ ശമ്പളം 200 കോടിയിലും ഉയർത്തിയതും സിനിമ തുടങ്ങാൻ വൈകുന്നതും കാരണമായെന്നാണ് പറയുന്നത്. അതേസമയം സംവിധായകൻ H. വിനോദ് ഇന്ത്യൻ സിനിമയിൽ ഒരു ബ്രാൻഡ് അല്ലെന്നും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ വെച്ച് വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുമോ എന്ന കാരണങ്ങളൊക്കെ ധനയ്യയുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. KVN പ്രൊഡക്ഷൻസുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുവെങ്കിലും ഉറപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ബോളിവുഡ് നായകന്മാരുടെ താരമൂല്യത്തോട് കിടപിടിക്കുന്ന ദളപതി വിജയുടെ അവസാന ചിത്രത്തിന് നിർമ്മാതാവില്ലെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇതിന് മറ്റൊരു വശവും ആളുകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള വിജയ് സിനിമ എന്ന രീതിയിൽ വലിയ തോതിൽ ചിത്രം രാഷ്ട്രീയം പറയുമെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. മുൻപിറങ്ങിയ സർക്കാർ എന്ന സിനിമയിൽ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞതിന് നിരവധി വിമർശനങ്ങൾ വിജയ് നേരിട്ടിരുന്നു. അതുപോലെ ദളപതി 69 രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അതും നിർമ്മാതാവിനെ കിട്ടാത്തതിന് ഒരു കാരണമായി കണക്കാക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ ശക്തി നന്നായി അറിയാവുന്ന തമിഴ്നാട്ടിലെ വലിയ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ദളപതി 69 താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് അഭ്യൂഹങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.